കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, ആരാണ് കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന്. ആർക്കും അറിയില്ല, പേര് പോലും അറിയില്ല. കേരളത്തിന് ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് VE അബ്ദുൽ ഗഫൂർ എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, കളമശ്ശേരി MLA ആണ്. അദ്ദേഹമാണ് കേരളത്തിൻ്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലും എവിടെയും കാണാനില്ല. തീരദേശം വലിയ ആശങ്കയിലാണ്, മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2 പേരെയാണ് കടലിൽ കാണാതായത്. ഒരു തെരച്ചിലും ഇതുവരെ നടത്തിയിട്ടില്ല. വിഴിഞ്ഞത്ത് കാണാതായ ജോണിൻ്റെ മകൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം നടത്തേണ്ടി വന്നു. എന്നിട്ട് പോലും അനങ്ങുന്നില്ല കോസ്റ്റൽ പോലീസും സർക്കാരും. ഇപ്പോഴിതാ ആറ്റിങ്ങലിൽ കടലിൽ കാണാതായ ഷിജിൻ്റെ ഭാര്യയും 2 മക്കളും റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? മറ്റൊരു വഴിയുമില്ല. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ കൂട്ടത്തോടെ പറയുന്നു, നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല എന്ന്. നീണ്ടകരയിൽ ഒരമ്മയ്ക്ക് മകനെ കണ്ടുകിട്ടാൻ നിലവിളിക്കേണ്ടി വന്നു. സർക്കാർ ഓഫീസിന്റെ മുന്നിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയേണ്ടി വന്നു. ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറയുകയാണ്, ഇപ്പോഴല്ലേ പരാതി കിട്ടിയുള്ളൂ, അതിനുശേഷമല്ലേ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. എന്നാൽ കാണാതായ വിവരം നേരത്തെ മാധ്യമങ്ങളിൽ വന്നിരുന്നു, വാർത്ത വന്നിരുന്നു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല, ഒരു മന്ത്രി പോലും തിരിഞ്ഞു നോക്കിയില്ല, ഒരു ഉദ്യോഗസ്ഥൻ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ പൂർണ്ണമായും സമ്പൂർണമായും അരാജകത്വം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്, എവിടെയാണ് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയില്ല എന്നാണ് ജിജുവിനോട് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് പേരിന് പിടുത്തില്ല, പക്ഷേ ഒരാളും ഒരു സ്ഥലത്തും വന്നിട്ടില്ല, ഒരാളെ കാണാനും പോയിട്ടില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചുതെങ്കിലും പോയിട്ടില്ല, ഇവിടെ വിഴിഞ്ഞത്ത് പോയിട്ടില്ല, നീണ്ടകര പോയിട്ടില്ല. ഇതാണിപ്പോൾ 3 പ്രധാനപ്പെട്ട കിട്ടാൻ, അതായത് നമ്മൾ മിസ്സായി പോയി എന്ന് കണ്ട് ഇതുവരെ തിരിച്ചു വരാതെ 3 ആളാണുള്ളത്. ഒരു കാര്യവും ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജിജി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള അവമാനിക്കലാണെന്ന് പറഞ്ഞില്ലേ. കടൽ തീരത്തേക്ക് പോകാനേ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ കടൽ തീരത്തല്ലേ പോയിട്ട് വന്നത്. ഇന്നലെ ഞാൻ ഇവിടെ വിഴിഞ്ഞത്ത് പോയി, ഇന്നിപ്പോൾ 5 തെങ്ങ് പോയി. പോകാനേ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ എന്താ? ഇതുവരെ അപകടകരമായ സാഹചര്യം വരുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ചേർന്ന് മുമ്പോട്ടേക്ക് പോകുകയല്ലേ വേണ്ടേ? കേരളത്തിൻ്റെ ദുരന്തത്തെ അഭിമുഖീകരിക്കാനും അതിനെ അഭിമുഖീകരിച്ച് മുമ്പോട്ടേക്ക് പോകാനും കേരളത്തെ പ്രാപ്തമാക്കിയത് ഈ ജനകീയ കൂട്ടായ്മയല്ലേ? ഈ കൂട്ടായ്മ ഒരു തരത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. കാലവർഷം തുടങ്ങുമ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മനസ്സിൽ തീ നിറയും. കടലിൽ പോയാൽ അച്ഛൻ, മകൻ അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് തീരത്തെ അമ്മമാർ, ഭാര്യമാർ, മക്കൾ. ഒരു മറുപടിയും നൽകുന്നില്ല സർക്കാർ. അന്നൊക്കെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാതിരുന്നാൽ അവർക്ക് കൃത്യം ഒരു നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ തുക നൽകാറുണ്ട്. അതാണ് ഇപ്പോൾ ഫാദർ യൂജിൻ പെരാര വിളിച്ചു പറഞ്ഞത്. അതും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു മന്ത്രിയുണ്ട്, കേരളത്തിൽ സർക്കാരുണ്ട്, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയാലോ, നേരത്തെ മുഖ്യമന്ത്രി പോയ സമയത്ത് എന്ന് വെച്ചാൽ ഓഖി ദുരന്തം നടന്ന സമയത്ത് മുഖ്യമന്ത്രി വിഴിഞ്ഞം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ MLA നേതൃത്വത്തിൽ ഒരു പറ്റം കോൺഗ്രസ്സുകാർ ഉയർത്തിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, തീരപ്രദേശത്തേക്ക് പോയാലുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ, മുൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട അനുഭവം, അതുകൊണ്ട് ഞങ്ങളാരും അങ്ങോട്ട് പോകുന്നില്ല എന്ന് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ഇവർ എന്തിനാണ് ഭയപ്പെടുന്നത്? മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ദുരിതമനുഭവിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ സഹായം നൽകുകയും സർക്കാർ അവരുടെ കൂടെയുണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാക്കുകയും അവർക്കൊരു ആപത്ത് വന്നാൽ അവിടെ ഓടിയെത്തുകയും ഒക്കെ ചെയ്താൽ പിന്നെ എന്തിനാണ് മത്സ്യത്തൊഴിലാളികളെ ഭയപ്പെടുന്നത്? പക്ഷേ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു മുൻകരുതലും എടുത്തിട്ടില്ല, കൃത്യസമയത്ത് മുന്നറിയിപ്പ് പോലും നൽകിയില്ല. മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോയതിനു ശേഷമാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നോർക്കണം. അത്രമാത്രം വീഴ്ച വ്യാപകമായി സംഭവിച്ചു സർക്കാരിനും, പ്രത്യേകിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും. അതുകൊണ്ട് തന്നെയാണ് ഫിഷറീസ് മന്ത്രി ഒളിച്ചു നടക്കുന്നത്, പുറത്തിറങ്ങാൻ കഴിയാതെ. കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ ഗൗതമന്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ചു എന്ന്
വാർത്ത വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ അത് ശരിയായ രീതിയിൽ കൊടുത്തതാണോ അതല്ല ഊഹാപോഹത്തിൻ്റെ പേരിൽ കൊടുത്തതാണോ എന്നറിയില്ല. എന്തായാലും 3 പേർ കടലിൽ പോയിട്ട് അവരെ ഇതുവരെയും കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ച മട്ടാണ്. പ്രതിഷേധമുയരുമ്പോൾ, മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഭാര്യമാർക്ക്, അമ്മമാർക്ക്, മക്കൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നത്, റോഡ് ഉപരോധിക്കേണ്ടി വരുന്നത്.